അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 11 ശനിയാഴ്ച. ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ 5 അംഗ വിദഗ്ധ സമിതിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി കൺവീനറായ സമിതിയിൽ ജിയോളജിസ്റ്റായ ഡോക്ടർ CP രാജേന്ദ്രൻ, എക്കോളജിസ്റ്റായ ഡോക്ടർ വിഷ്ണുനാഥ്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ P പുകഴേന്തി IFS, പൊതുമരാമത്ത് സെക്രട്ടറി എന്നിവരാണ് അംഗങ്ങൾ. അപകട കാരണം, കരാർ കമ്പനി നിബന്ധനകൾ ലംഘിച്ചോ, പരിസ്ഥിതി അനുമതി എന്നിവ പരിശോധിക്കും. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. വന്ദേമാതരം ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ പോരാ, മുഴുവൻ ചരണങ്ങളും ആലപിക്കണമെന്ന പുതിയ മാർഗരേഖയുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒരുമിച്ച് ആലപിക്കുന്ന ചടങ്ങുകളിൽ വന്ദേമാതരം ആദ്യം ആലപിക്കണം. തൊട്ടുപുറകെ ദേശീയ ഗാനവും ആലപിക്കണമെന്നാണ് പുതിയ മാർഗരേഖയിൽ പറയുന്നത്. ശബരിമല തന്ത്രി നിയമനത്തിൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയുടെ അഭിപ്രായം തേടും. നിയമനത്തിൽ കണ്ഠരര് രാജീവരുടെ ഊഴത്തിൽ മകൻ ബ്രഹ്മദത്തനെ നിയമിക്കണമെന്ന അപേക്ഷ ലഭിച്ച സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് കോടതിയെ സമീപിക്കുന്നത്. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലേക്ക് ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഡോക്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളും സ്വത്തുക്കളും കേന്ദ്രീകരിച്ചാണ് ED അന്വേഷണം നടത്തുന്നത്. ബഹിരാകാശ നിലയത്തിലെ XP ഡിവിഷൻ 74ന്റെ ഭാഗമാകാൻ പാതി മലയാളിയായ അനിൽ മേനോൻ. സോയൂസ് ദൗത്യത്തിലെ ജൂലൈ 14 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന അനിൽ മേനോൻ 8 മാസത്തെ ദൗത്യത്തിനു ശേഷം അടുത്ത വർഷം ഏപ്രിലിൽ മടങ്ങിയെത്തും. മേപ്പാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും ധനസഹായം നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങൾ അടക്കമുള്ളവർ പൂർണ്ണകുംഭം നൽകിയാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. ക്ഷേത്രത്തിലെ പ്രത്യേക പൂജകളിൽ VD സതീശൻ പങ്കെടുത്തു. ആറന്മുള വിമാനത്താവളത്തിന് സർക്കാർ ഒരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ലെന്ന് ആറന്മുള MLA അബിൻ വർക്കി. വിമാനത്താവളത്തിന് താൻ എതിരല്ലെന്നും എന്നാൽ പഠനങ്ങൾ ശാസ്ത്രീയമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് CPIM-നുള്ളിൽ അഭിപ്രായ ഭിന്നതയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും TP രാമകൃഷ്ണനും. വിഴിഞ്ഞത്തിനെതിരല്ലെന്നും വ്യവസ്ഥകളാണ് പ്രശ്നമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. CPM-ലെ പുതിയ അഭിപ്രായ ഭിന്നതയ്ക്ക് പിന്നാലെ ഡൽഹിയിൽ ഇന്നു നടക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പങ്കെടുക്കാൻ സാധിക്കില്ലെന്നാണ് EP അറിയിച്ചതെന്നാണ് വിവരം. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, നിങ്ങളിവിടെ ഈ വടിയും പിടിച്ചു നിൽക്കേണ്ടതില്ല എന്നും പിണറായി പറഞ്ഞു. ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് കേരള ഹൌസിൽ എത്തിയപ്പോഴാണ് കാത്തുനിന്ന ചാനൽ റിപ്പോർട്ടർമാരോട് ഇങ്ങനെ പറഞ്ഞത്. അതിർത്തി സംസ്ഥാനങ്ങളിൽ അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനമുണ്ടെന്ന കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പരാമർശം സമൂഹത്തിൽ വിദ്വേഷം വമിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നുഴഞ്ഞുകയറ്റമെന്ന വ്യാജഭീതി ബോധപൂർവം സൃഷ്ടിക്കുന്നതിനു പിന്നിൽ സംഘപരിവാറിന്റെ താൽപര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി വിദ്യാർത്ഥിനി സാവരിയ ബസന്തിന്റെ കൊലപാതകം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാവരിയയുടെ മാതാപിതാക്കളെ സന്ദർശിച്ചു. സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോർ വിതരണത്തെ പരിഹസിച്ച ജി സുധാകരൻ എംഎൽഎക്കെതിരെ വിമർശനവുമായി സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മനു സി പുളിക്കൽ.
സർക്കാരിന് ഒരു ദിവസം മുടങ്ങാതെ പൊതുച്ചോറുകൾ നൽകാൻ കഴിയുമോ എന്ന് മനു സി പുളിക്കൽ ചോദിച്ചു. കോറോ ഹെൽത്തിന് പിന്നാലെ കൂട്ടപ്പിരിച്ചുവിടലുമായി കൊച്ചി ആസ്ഥാനമായ ടാൽറോപ്പ്. ഇതോടെ ശമ്പളവും ജോലിയും ഇല്ലാതെ 300 ജീവനക്കാരാണ് പ്രതിസന്ധിയിലായത്. AI മൂലം കമ്പനി പൂട്ടുകയാണെന്നാണ് ഉടമകളുടെ വിശദീകരണം. ആഭ്യന്തരമന്ത്രിയെ ഫോണിൽ വിളിച്ചത് തന്റെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെടാനല്ലെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ തടയണമെന്ന് അഭ്യർത്ഥിക്കാനാണെന്നും നടി അൻസിബ ഹസൻ. പോലീസ് കമ്മീഷണർ തന്നെ പറ്റിക്കുന്നില്ലെന്നും കേസ് അന്വേഷിക്കേണ്ടത് പോലീസാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ആദിവാസി യുവാവായ അജീഷിന്റെ JCB വനം വകുപ്പ് പിടിച്ചെടുത്ത സംഭവത്തിൽ വനം വകുപ്പ് മന്ത്രി പരിഹാസ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഉദ്യോഗസ്ഥർ നൽകുന്ന തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPM നേതാക്കളുടെ ധനരാജ് രക്തസാക്ഷിത്വ ദിന പോസ്റ്റിനു താഴെ വിമർശനവുമായി അണികൾ. KK രാഗേഷിന്റെയും TI മധുസൂദനന്റെയും പോസ്റ്റുകൾക്ക് താഴെയുള്ള കമന്റുകളിലാണ് വിമർശനം ശക്തമാകുന്നത്. ധനരാജ് രക്തസാക്ഷിത്വ ഫണ്ട് തിരിമറി ആരോപണം ഉയർത്തിയാണ് വിമർശനം. പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകിയതിനെ തുടർന്ന് അബോധാവസ്ഥയിലായ 1.5 വയസ്സുകാരൻ മരിച്ചു. പയ്യന്നൂർ എരമം സ്വദേശികളായ സൂരജ് വിജിഷ ദമ്പതികളുടെ മകൻ ദേവാൻഷ് ശൗര്യയാണ് മരിച്ചത്. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ 5ാം ക്ലാസ്സുകാരിയുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകൻ അറസ്റ്റിൽ. വടകര സ്വദേശി ബൽരാജിനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ലിങ്ങൽ MSMHSSലെ അധ്യാപകനാണ് ബൽരാജ്. പാലക്കാട് കൊഴിഞ്ഞമ്പാറയിൽ കവർച്ചയ്ക്കിടെ വൃദ്ധയെ കൊലപ്പെടുത്തി തീയിട്ട് കുഴിച്ചുമൂടിയ യുവാക്കൾ കസ്റ്റഡിയിൽ. ആട്ടയാമ്പതി സ്വദേശി സരസമ്മാൾ എന്ന 66-കാരിയെയാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് പ്രദേശവാസികളായ യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. കൊഴിഞ്ഞാമ്പാറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം തെളിഞ്ഞത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഇന്ത്യൻ നാവികസേനയുടെ അത്യാധുനിക യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. പ്രോജക്ട് 17A ഭാഗമായി നിർമ്മിച്ച അവസാനത്തെ യുദ്ധക്കപ്പലാണ് INS മഹേന്ദ്രഗിരി. ജാമ്യത്തിലിറങ്ങിയ പീഡനക്കേസ് പ്രതി ഭാര്യയെയും 2 മക്കളെയും തനിക്കെതിരെ പരാതി നൽകിയ 17-കാരിയെയും അമ്മയെയും മുത്തശ്ശിയെയും വെട്ടിക്കൊലപ്പെടുത്തി. തെലങ്കാനയിലെ രംഗാറെഡ്ഡി ജില്ലയിലാണ് 35-കാരനായ രാജ്കുമാർ ഭാര്യ പാർവതി സരിതയെയും മക്കളായ 4 വയസ്സുകാരനെയും 18 മാസം പ്രായമുള്ള കുഞ്ഞിനെയും അടക്കമുള്ളവരെ കൊലപ്പെടുത്തിയത്. മധ്യപ്രദേശിൽ മുൻ ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരോത്തം മിശ്രയ്ക്ക് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ ചൊല്ലി വൻ പ്രതിഷേധം. നരോത്തം മിശ്രയുടെ അനുയായികളായ 3000-ഓളം പേർ 12 മണിക്കൂറോളം ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധക്കാർ പോലീസിന് നേരെ നടത്തിയ കല്ലേറിൽ ജില്ലാ പോലീസ് മേധാവിയടക്കം നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ മേഖലകളിലും ശക്തമായ മഴ. ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ അടുത്ത ദിവസങ്ങളിലും കനത്ത മഴ തുടരും. ഉത്തർപ്രദേശിൽ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഭരണകൂടം അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒഡീഷയിലെ ബാലസോറിൽ ATM മെഷീൻ മോഷ്ടിച്ചു. കാറിലെത്തിയ സംഘം ATM ബൂത്ത് തകർക്കുകയും പിന്നാലെ മെഷീൻ വാഹനത്തിൽ കെട്ടിവലിച്ചു കൊണ്ടുപോവുകയുമായിരുന്നു. പണം കവർന്ന ശേഷം ATM മെഷീൻ വഴിയിൽ ഉപേക്ഷിച്ചു. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മൗനം ചർച്ചയാകുന്നു. വിഷയത്തിൽ രാഹുൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. വിദേശ പര്യടനത്തിനുള്ള രാഹുൽ നാളെ ഇന്ത്യയിൽ തിരിച്ചെത്തും. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ രാജ്യവ്യാപക ഒപ്പുശേഖരണത്തിന് ആം ആദ്മി പാർട്ടി. ക്ഷേത്രത്തിലെ ക്രമക്കേടുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ഒപ്പുശേഖരണം. തന്നെ വധിക്കാൻ ശ്രമിക്കുന്ന ഇറാനിലേക്ക് 1000 മിസൈലുകൾ പായുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ ട്രംപിനെ വധിക്കാൻ പരസ്യമായി ആഹ്വാനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ രൂക്ഷ പ്രതികരണം. ലോകകപ്പിലെ 3ാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഇന്ന് നോർവേയെ നേരിടും. മിയാമിയിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30-ക്കാണ് മത്സരം. 2018 ശേഷം ആദ്യമായി ലോകകപ്പ് സെമി ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കുകയാണ് ഹാരി കെയ്നും സംഘവും.
നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:30 നടക്കുന്ന 4ാമത്തെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡുമായി ഏറ്റുമുട്ടും. 3ലെയും 4ലെയും വിജയികളാണ് 2ാം സെമിയിൽ ഏറ്റുമുട്ടുക. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.